പറഞ്ഞു കഴിഞ്ഞു. ശോണമിത്രൻ എന്ന കവിതയാണ്. വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ് എഴുതിയതാണ്. വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഏതാനും വരികളിലൂടെ ഞാൻ വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറിനെ കുറിച്ച് പറയാം. അദ്ദേഹം 1939 ജനിക്കുന്നത്. 2021 ഫെബ്രുവരി 25 അന്തരിച്ചു. വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം സത്യത്തിൽ മലയാളം ബിരുദമോ മലയാളം ബിരുദാനന്തര ബിരുദമോ പഠിച്ച ആളല്ല. അദ്ദേഹം പഠിച്ചത് ബിരുദത്തിൽ ഊർജതന്ത്രമാണ്, ഫിസിക്സ് ആണ്. പക്ഷേ ബിരുദാനന്തര ബിരുദം ഇംഗ്ലീഷ് ആയിരുന്നു, ആംഗലേയ ഭാഷയായിരുന്നു. അദ്ദേഹം കോളേജിൽ പഠിപ്പിച്ചിരുന്നതും മലയാളമല്ല, ഇംഗ്ലീഷ് ആയിരുന്നു. പ്രത്യേകിച്ചും ഓൾഡ് ഇംഗ്ലീഷ് ആയിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ വിഷയം. പക്ഷെ അദ്ദേഹം കവിത എഴുതിയത് മലയാളത്തിലാണ്. മാത്രമല്ല സംസ്കൃതത്തിൽ വലിയ പാണ്ഡിത്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സംസ്കൃതം ബിരുദം എടുത്തുകൊണ്ടോ ബിരുദാനന്തര ബിരുദം എടുത്തതുകൊണ്ടോ ഒന്നുമല്ല. അദ്ദേഹം ആദ്യകാലത്ത് തന്നെ സംസ്കൃതം പാരമ്പര്യമായിട്ട് തന്നെ ഭംഗിയായി പഠിച്ചയാളാണ്. കുറച്ചു കാലം തൃപ്പൂണിത്തുറയിലെ സംസ്കൃത കോളേജിലും അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൻ്റെ അടുത്തും പിന്നീട് മരട് എന്ന് പറയുന്ന സ്ഥലത്തുമൊക്കെ അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറിൻ്റെ ഒരു വലിയ പ്രത്യേകത പറയാനുള്ളത്, അദ്ദേഹം എന്തെഴുതുമ്പോഴും ഭാരതീയമായ പൈതൃകത്തിൽ, ആ സംസ്കൃതിയിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കും എഴുതുക. വിഷയം ഏതുമായിക്കൊള്ളട്ടെ, തൻ്റെ ഭൂമിക എപ്പോഴും ഭാരതത്തിൻ്റെ തനതായ സംസ്കാരമാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ DNA-യിൽ കാണപ്പെടുന്ന പാരമ്പര്യ നിമന്ത്രണങ്ങളിൽ നിന്ന് എനിക്കൊരിക്കലും ആത്യന്തിക മോചനമില്ല. ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ്. അപ്പൊ ആ പാരമ്പര്യ നിമന്ത്രണങ്ങൾ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ഉണ്ട്. ശോണമിത്രൻ എന്ന കവിതയിലെ വിഷയം നമുക്ക് അതിൻ്റെ അഗാധതകളിലേക്ക്, ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പരിചിതമായൊരു വിഷയമാണ് എന്ന് മനസ്സിലാകും. അദ്ദേഹം ധാരാളം പ്രസിദ്ധമായ കൃതികൾ രചിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ന വികാരം, പ്രണയഗീതങ്ങള്, ഭൂമിഗീതങ്ങള്, മുഖം എവിടെ, ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, ആരണ്യകം, ഇതെല്ലാം അദ്ദേഹത്തിന്റെ കൃതികളാണ്. ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി കാലത്താണോ ഡിഗ്രി കാലത്താണോ എന്ന് ഓർക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു കവിത ആദമും ദൈവവും എന്ന കവിത പഠിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, ആദമും ദൈവവും ഈ അടുത്ത കാലത്ത് ഡിഗ്രി ക്ലാസ്സിലോ മറ്റോ പഠിപ്പിക്കുവാൻ വിഷയമാക്കിയപ്പോൾ അത് ഇവിടെ എതിർക്കപ്പെട്ടു. അത് വർഗീയമായി എതിർക്കപ്പെടുകയും ആ കവിത പഠിപ്പിക്കുവാൻ സാധിക്കാതെ വരികയും ചെയ്തു. അത് സിലബസിൽ നിന്ന് നീക്കം ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. പക്ഷെ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ആളുകൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നുമില്ല. അപ്പൊ കാലം കഴിയും തോറും നമ്മുടെ ഉള്ളിലുള്ള ജാതീയതയും മത തീവ്രതയും എത്രത്തോളം വളരുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പഠിച്ച കാലത്ത് ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലുമില്ല, സുഖമായിട്ട് ആ കവിത പഠിച്ചു. ആദവും ദൈവവും എന്ന് പറയുന്ന കവിതയിലെ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നമുക്ക് സമയമില്ല. ഇത് തന്നെയും ഒരു ദീർഘ കവിതയാണ്. ശോണമിത്രൻ എന്ന പേര് തന്നെയും നമ്മളെ ആകർഷിക്കുന്നുണ്ട്. അതിന് കാരണം, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അത് ഏതൊക്കെയോ പ്രത്യയശാസ്ത്രത്തെ, ഏതൊക്കെയോ ആശയങ്ങളെ പ്രതീകവൽക്കരിക്കുന്നില്ലേ എന്ന് നമുക്ക് തോന്നാം. ശോണം എന്ന് പറഞ്ഞാൽ തന്നെയും രക്തവർണം, രക്തം, ചുവപ്പ് എന്നൊക്കെ അർത്ഥമുണ്ട്. ആരാണ് ഈ ചുവപ്പ് വർണ്ണത്തിന്റെ മിത്രം എന്ന് നമുക്കറിയാം. നമുക്ക് സുപരിചിതമായ ഒരു പ്രത്യയശാസ്ത്രത്തെ നമുക്ക് അതിൽ കണ്ണാടിയിൽ എന്ന പോലെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യയശാസ്ത്രത്തെ എന്ന് പറയുമ്പോൾ ആ പ്രത്യയശാസ്ത്രത്തെ പുകഴ്ത്തി പറയാനോ ഇകഴ്ത്തി പറയാനോ അല്ല,
വിഷ്ണുനാരായണ നമ്പൂരി സാറ് ഇതിനകത്ത് ശ്രമിച്ചിട്ടുള്ളത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് ബൗദ്ധ കഥകളിലെ ഒരു കഥാപാത്രമാണോ, അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ജാതക കഥകളിൽ വരുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രമാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കാവുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ പുരാണ കഥാപാത്രങ്ങൾ ഏതെങ്കിലും ആണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കാവുന്ന വിധത്തിൽ ഒരു പേരാണ് സത്യത്തിൽ ശോണമിത്രൻ എന്നത്. അദ്ദേഹം പ്രധാനമായും 3 കഥാപാത്രങ്ങളിലൂടെയാണ് ഈ കവിത പറഞ്ഞു പോകുന്നത്. ഒരു കഥാപാത്രത്തിന്റെ പേരാണ് ശോണമിത്രൻ, മറ്റൊരു കഥാപാത്രം സംഘപാലൻ എന്നതാണ്, മറ്റൊന്ന് ശുഗൻ എന്ന പക്ഷി. അത് തത്തയെന്ന് അദ്ദേഹം പറയുന്നില്ല, പക്ഷേ ഒരു കിളി, പക്ഷി എന്നേ പറയുന്നുള്ളൂ. ഈ 3 കഥാപാത്രങ്ങളാണ് പ്രധാനമായും ഈ കവിതയിൽ ഉള്ളത്. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ അദ്ദേഹം അധിക്ഷേപിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പാടെ അബദ്ധമാണ് എന്നും അദ്ദേഹം ഈ കവിതയിൽ പറയുന്നില്ല. അങ്ങനെയൊക്കെ ആരെങ്കിലും ധരിച്ചാൽ അത് തെറ്റാണ്. അത് വിഷ്ണുനാരായണ നമ്പൂരി സാറിനോട് ചെയ്യുന്ന അനീതിയുമാണ്. അദ്ദേഹം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ മാനവികതയില്ല, മനുഷ്യനെ കാണാൻ അവർക്ക് കഴിയുന്നില്ല. അതൊരു പ്രധാന ദോഷമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അവർക്ക് ശത്രുതയാണുള്ളത്. ഉന്മൂലനം ചെയ്യുക എന്നതാണ് അവരുടെ സിദ്ധാന്തം. ചൂഷകരെയും മർദ്ദകരെയും ഇല്ലായ്മ ചെയ്താൽ സമത്വാധിഷ്ഠിതമായൊരു ലോകം സൃഷ്ടിക്കാം, സോഷ്യലിസ്റ്റ് സമൂഹത്തെ സൃഷ്ടിക്കാം എന്ന് കമ്മ്യൂണിസ്റ്റുകാർ ധരിച്ചു വച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ വർത്തമാനകാലത്ത് നമുക്കറിയാം എവിടെയാണ് അങ്ങനെ ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളത്. കാറൽ മാർക്സ് യൂറോപ്പില്, UK-യില്, ലണ്ടനിലെ ലൈബ്രറിയിൽ നിന്ന് ചിന്തിച്ചതാണ് പിന്നീട് പല രാജ്യങ്ങളിലും ഇവർ നടപ്പാക്കാൻ ശ്രമിച്ച പ്രത്യയശാസ്ത്രം. ലണ്ടനിലെ ലൈബ്രറിയിൽ നിന്ന് ചിന്തിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അല്ലാതെ അതിന്റെ പ്രയോഗത്തെ അദ്ദേഹം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിരുന്നില്ല. വിപ്ലവം ഉണ്ടാകുക ആദ്യം ഇംഗ്ലണ്ടിൽ തന്നെ ആയിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. കാരണം ഇംഗ്ലണ്ട് അന്ന് ഒരു വ്യവസായ രാഷ്ട്രമായി വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വ്യവസായങ്ങൾ ഉള്ളിടത്താണല്ലോ മുതലാളിയും തൊഴിലാളിയും കൂടുതലും ഉണ്ടാവുക. പക്ഷെ സത്യത്തിൽ ഈ പ്രത്യയശാസ്ത്രത്തിന് അനുസൃതമായ ഒരു വിപ്ലവം നടന്നതാകട്ടെ ഒട്ടും വ്യാവസായികമായി മുന്നിൽ നിന്നിട്ടില്ലാത്ത ആ കാലഘട്ടത്തിലെ ഒരു രാഷ്ട്രമായിരുന്നു റഷ്യ. റഷ്യ ഒരു കാർഷിക രാഷ്ട്രമായിരുന്നു. അവിടെയായിരുന്നു സത്യത്തിൽ ഈ പ്രത്യയശാസ്ത്രത്തിന് അനുസൃതമായ ഒരു വിപ്ലവം ഉണ്ടായത്. ആ വിപ്ലവം ഉണ്ടായപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത്? എല്ലാവരും സമന്മാരാണ് എന്നതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ആശയം. ആദ്യം സോഷ്യലിസം നടപ്പിലാക്കപ്പെടുകയും കമ്മ്യൂണിസത്തിലൂടെ ഇത് വളരുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ സ്റ്റേറ്റ് വിൽ വിതർ അവേ. സ്റ്റേറ്റ് എന്ന് പറയുന്നത് കൊഴിഞ്ഞു പോകും, ഇല്ലാതെയാകും. പിന്നെ എല്ലാവരും തുല്യരാണ്. ശരിക്കും ഭരിക്കുന്നവരില്ല, ഭരണീയരില്ല, ഭരിക്കുന്നവരും ഭൃത്യരുമില്ല, തൊഴിലാളിയും മുതലാളിയുമില്ല, എല്ലാവരും സമന്മാർ. എല്ലാവരും രാഷ്ട്രത്തിന്റെ സ്വത്തുക്കളെ തുല്യമായി പങ്കുവെച്ച് സന്തുഷ്ടമായി ജീവിക്കുന്ന ഒരു സമൂഹം. ഇത് ഒരു ഉട്ടോപ്പിയൻ ചിന്തയാണ് എന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് അത് എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസം പരാജയത്തിലേക്ക് പോകുന്നത് എന്ന് വിഷ്ണുനാരായണ നമ്പൂരി സാറ് നിരീക്ഷിക്കുന്നുണ്ട്. നമ്പൂരി സാറ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ആശയം നല്ലത് തന്നെ, പക്ഷേ ആ ആശയം ഭാരതീയമായ അദ്വൈത സിദ്ധാന്തത്തിന്റെ, ഭാരതീയമായ യജ്ഞ സിദ്ധാന്തത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം ആ ആശയത്തെ കാണാൻ. അഥവാ ആ ആശയത്തെ ആ രീതിയിൽ നവീകരിച്ചെടുത്താൽ തീർച്ചയായും ലോകത്ത് അതിനെ അതിശയിക്കാൻ പറ്റുന്ന ഒരു ആശയമോ പ്രത്യയശാസ്ത്രമോ ഉണ്ടാകില്ല. അപ്പോ എന്താണ് ഇവർക്ക് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ഉന്മൂലനം ചെയ്യുക എന്നതല്ല, ശിഷ്ടമൂല്യമോ ശിഷ്ടയജ്ഞമോ അല്ല വേണ്ടത്, പൂർണ്ണയജ്ഞമാണ്. പൂർണ്ണമായി ഭാരതം ത്യജിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ത്യജിച്ചിട്ട് താൻ ചെയ്യാവുന്നതെല്ലാം യജ്ഞമായി ചെയ്യുകയും തൻ്റേതെല്ലാം ആ യജ്ഞത്തിൽ സമർപ്പിക്കുകയും എന്നിട്ട് തനിക്ക് ആവശ്യമുള്ളത് മാത്രം ഭുജിക്കുകയും ചെയ്യുന്നു.
തൻ്റേതെന്ന് പറഞ്ഞ് ഒന്നും നീക്കി വെക്കാത്ത ആ ത്യാഗത്തിന്റെ പ്രത്യയശാസ്ത്രമാണ് ഭാരതത്തിൻ്റെത്. അങ്ങനെ ഒരു ആശയത്തെ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനേക്കാൾ ഉദാത്തമായ ഉത്കൃഷ്ടമായ ഒരു രാഷ്ട്രീയ ആശയം ലോകത്തൊരിടത്തും ഉണ്ടാകില്ല എന്ന് ഈ കവിതയിലൂടെ വിഷ്ണുനാരായണ നമ്പൂതിരി സാറ് പറയുന്നുണ്ട്. ഇനി കവിതയിലേക്ക് കടക്കുമ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടില്ല, അത്ര വലിയ കവിതയാണ്. ശോണമിത്രൻ. ഇനി ഞാനത് വായിക്കുന്നത് അത് പറഞ്ഞു പോകാം, അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം ഒന്നുകൂടി വ്യക്തമാകും. പുലർച്ചെ പുഴയിൽ ചെന്നു കുളിക്കും സംഘപാലനെ ശല്യം ചെയ്തു തൊട്ടുരുമ്മി പറക്കും കഴുകിന്നിര. എന്തേ നിങ്ങൾ പുറപ്പെട്ടത് ഇന്നു കാലത്തു കൂട്ടരെ, അറിഞ്ഞില്ലേ കൊറ്റിനിന്നു കിടച്ചു കൊതിപോലിത. ചുടുകാട്ടിൽ കിടക്കുന്നു വൈശ്യന്റെ ജഡം, അപ്പോഴേ കുളി നിർത്തി പുറപ്പെട്ടു സംഘപാലൻ വിഷണ്ണനായി. സംഘപാലൻ ഭരണാധികാരിയാണ്, രാജ്യം ഭരിക്കുന്നവനാണ്. നിങ്ങൾക്ക് രാജാവെന്നോ ചക്രവർത്തിയെന്നോ ഒക്കെ അദ്ദേഹത്തെ വിളിക്കാം. ആ രാജ്യത്ത് സംഘപാലൻ എല്ലാ ദിവസവും എന്ന പോലെ തന്നെ രാവിലെ സ്നാനത്തിനായിട്ട് പുഴയിൽ ചെന്നു. അപ്പോൾ കണ്ടത് എന്താണ്? കുറെ കഴുകന്മാർ അദ്ദേഹത്തെ തൊട്ടുരുമ്മി ശല്യം ചെയ്യാൻ തുടങ്ങി. സാധാരണ അങ്ങനെ കണ്ടുവരാറില്ല. ഈ അസാധാരണത്വം കണ്ടപ്പോൾ ഈ കഴുകന്മാരോട് അദ്ദേഹം ചോദിച്ചു, ഇതൊരു കഥയാണല്ലോ, കഴുകന്മാരോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇത്ര രാവിലെ തന്നെ പോന്നത്? അപ്പോ കഴുകന്മാർ പറഞ്ഞു, അറിഞ്ഞില്ലേ കൊറ്റിനിന്ന് കിടച്ചു കൊതിപോലിത. ഇന്ന് ഞങ്ങൾക്ക് കൊറ്റിന് വിശപ്പടക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒന്ന് കിട്ടി. എന്താണത്? ഒരു വൈശ്യന്റെ ശവശരീരം. നോക്കൂ, ചുടുകാട്ടിൽ കിടക്കുന്നു വൈശ്യന്റെ ജഡം. ചുടുകാടെന്ന് പറഞ്ഞാൽ ശ്മശാനം എന്നേ അർത്ഥമുള്ളൂ. ശ്മശാനത്തിൽ ഒരു വൈശ്യന്റെ ജഡം കിടക്കുന്നു. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആർത്തി പൂണ്ട് വിശപ്പ് തീരും വരെ കൊത്തി തിന്നാനുള്ള ജഡം, വൈശ്യന്റെ ജഡം അവിടെ കിടക്കുന്നു. ഇത് കേട്ട് സംഘപാലൻ ഒന്ന് ഞെട്ടി. സംഘപാലൻ ഉടൻ തന്നെ അങ്ങോട്ട് പുറപ്പെട്ടു. പുളി അവിടെ വെച്ച് നിർത്തി. അതെങ്ങനെ സംഭവിച്ചു? ആരാണ് ഇയാളെ കൊന്നത്? അല്ലെങ്കിൽ ഈ വൈശ്യൻ എങ്ങനെ മരിച്ചു? ഇത് വൈശ്യൻ എന്ന് തന്നെ പറയാൻ കാരണം, വൈശ്യൻ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരനാണ്. കച്ചവടക്കാരനെന്നോ മുതലാളിയെന്നോ നമുക്ക് പറയാം. വ്യവസായം നടത്തുന്നവൻ, ജന്മി, വാണിജ്യം നടത്തുന്നവൻ, ഇവരെ എല്ലാവരെയും വൈശ്യൻ എന്നൊരു വിഭാഗത്തിൽ നമുക്ക് പെടുത്താം. അവൻ എന്താ ചെയ്യുന്നത്? മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. കച്ചവടക്കാരൻ ലാഭമുണ്ടാക്കുന്നു. ഈ ലാഭം സത്യത്തിൽ തൊഴിലാളികൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് തന്നെയാണ്. തൊഴിലാളികളെ കൊണ്ട് അധ്വാനിപ്പിച്ച് അവനെ ചൂഷണം ചെയ്ത് അവൻ ഉണ്ടാക്കുന്നതിന്റെ മിച്ചം കൊണ്ട് ജീവിക്കുന്നവനാണ് സത്യത്തിൽ ഈ വർഗം. എല്ലാ മുതലാളിമാരും അങ്ങനെ തന്നെയാണല്ലോ. ഒരു തൊഴിലാളി പണിയെടുക്കുന്നു, അവന് കൂലി കൊടുക്കുന്നു. പക്ഷേ ആ കൂലി മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ ഉൽപ്പാദിപ്പിച്ചത് കൊണ്ടാണല്ലോ ആ ഉൽപ്പന്നം വലിയ വിലയ്ക്ക് കൊടുത്ത് അതിൽ ലാഭമുണ്ടാക്കാൻ കഴിയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ലാഭത്തിന് അർഹൻ ഈ തൊഴിലാളി തന്നെയാണ് എന്നതാണ് സത്യം. ഈ സത്യത്തെ പിന്നീട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ അത് മുൻകൂട്ടി പറയുന്നില്ല. സംഘപാലൻ ദുഃഖിതനായി. എന്നിട്ടോ ശ്മശാനമെത്തവേ ദൂരാൽ കണ്ടാൻ തരുണ വിഗ്രഹം പൊന്നും മുത്തും പൊതിഞ്ഞേറെ ചോരക്കറയിൽ മുങ്ങിയും. പൊന്നും മുത്തും പൊതിഞ്ഞ്, വൈശ്യനാണല്ലോ, സമ്പന്നനാണല്ലോ, ധനികനാണല്ലോ. അപ്പോ മുത്തും പൊന്നുമെല്ലാം പൊതിഞ്ഞ്, എന്നാൽ അതിനേക്കാൾ രക്തത്തിൽ കുളിച്ചാണ് ഈ വൈശ്യന്റെ ശവം അവിടെ കിടന്നിരുന്നത്. പെട്ടെന്ന് അരുംകൊല, ഇതാർ ചെയ്തത്? എന്തിന്നീ ഹീനപാതകം? അതു ചെയ്തതു ഞാൻ എന്നു കേൾക്കായി സത്വരമുത്തരം. സംഘപാലൻ ചോദിച്ചു, അത് കൊള്ളാം, ഇതാരാണ് ചെയ്തത് ഇത്ര ക്രൂരമായ കൃത്യം? എന്റെ രാജ്യത്ത് ഒരാളെ കൊല ചെയ്യുവാൻ ആർക്കാണ് അധികാരം? എനിക്കല്ലാതെ. ഒരാളെ ശിക്ഷിക്കണത് ഞാനല്ലേ, ഒരാളെ രക്ഷിക്കണതും ഞാനല്ലേ. ഇവിടെ ആരാണ് ഈ ഹീനകൃത്യം ചെയ്തത് എന്ന് പറയേണ്ട താമസം ഒരു ശബ്ദം കേട്ടു, ഞാനാണ് ചെയ്തത്, ഞാനാണ് കൊല ചെയ്തത്. തിരിഞ്ഞു നോക്കി സംഘപാലൻ. ആരെയാണ് കണ്ടത്? തിരിഞ്ഞു നോക്കവേ കണ്ടാൻ പിന്നിൽ പാലച്ചുവട്ടിലായി തല താഴ്ത്തിയിരിക്കുന്നു ശോണമിത്രൻ കുമാരകൻ. ഒരു പാലമരത്തിന്റെ ചുവട്ടിൽ
തലതാഴ്ത്തിയിരിക്കുകയാണ് ശോണമിത്രൻ എന്ന ചെറുപ്പക്കാരൻ, യുവാവ്. തിളക്കിയാണ് വിപ്ലവത്തിന്റെ ചൂട് കൊണ്ടവന്റെ രക്തം. അവനാണ് വൈശ്യനെ കൊന്നത്. അവൻ പറഞ്ഞു, ഞാനാണ് കൊന്നത്. ധൈര്യപൂർവ്വം അവൻ പറഞ്ഞു. അവൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആവേശത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിനിധിയാണ്. എന്താണ് ഇവൻ പറയുന്നത്? എന്റേതാം മുറയാകുന്നു സുസൂക്ഷ്മം നീതിപാലനം എന്നിരിക്കെ നിനക്കെന്തു കാര്യം കൊല നടത്തുവാൻ? സംഘപാലൻ ചോദിച്ചു. ശിക്ഷിക്കണത് ഞാനല്ലേ ഭരണാധികാരി? അപ്പൊ എനിക്കല്ലേ അതിന് അധികാരം? ആര് പറഞ്ഞു നിന്നോട് ഈ കൊല നടത്തുവാനായിട്ട്? നീതിപാലനം എന്റെ വകുപ്പല്ലേ, ഞാനല്ലേ ഈ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ ഒരാൾ അനീതി നടത്തിയാൽ അവനെ ശിക്ഷിക്കേണ്ടത് ഞാനാണ്. നീതിപാലനം എന്റേതാണ്, ഞാൻ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് ശോണമിത്രൻ പറയുകയാണ്, ഇവൻ കൊല്ലാതെ കൊല്ലുന്നോൻ, ജനങ്ങളെ ദിനേ മുതൽ കയ്യിലടക്കുന്നോൻ, അന്യർ കന്നം മുടക്കുവോൻ. എന്തുകൊണ്ട് ഞാൻ ഇവനെ കൊന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഭരണാധികാരിയോട് ശോണമിത്രൻ ചോദിക്കുകയാണ്, സംഘപാലനോട്. കാരണം അവൻ കൊല്ലപ്പെടേണ്ടവനാണ്, അവൻ വധ്യനാണ്. കാരണം ഇവൻ ജനങ്ങളെ കൊല്ലാതെ കൊല്ലുന്നവനാണ്. ഓരോ ദിവസവും അവൻ ചൂഷണം ചെയ്യുന്നു സാധാരണ ജനങ്ങളെ. ഇവൻ ചൂഷകനാണ്, ഇവൻ മർദ്ദകനാണ്. മറ്റുള്ളവർ പ്രയത്നിച്ചുണ്ടാക്കുന്നതിന്റെ ഫലം ഭുജിച്ച് സുഖമായി ജീവിക്കുന്നവനാണ്. അവൻ ചൂഷകനാണ്, അവൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് പറഞ്ഞപ്പോ, ത്യാഗത്താൽ അർഹതപ്പെട്ടതല്ലേ മർത്യൻ ഭുജിച്ചിടൂ, പരന്റെ മുതൽ തിന്നുന്നോൻ വധ്യൻ ലോകഹിതത്തിനായി. എന്നിട്ട് തുടരുകയാണ് ഈ ശോണമിത്രൻ. ത്യാഗം ചെയ്യുന്നതിന് എന്താണോ ലഭിക്കുന്നത് അതുമാത്രമല്ലേ മനുഷ്യൻ ഭക്ഷിക്കുന്നുള്ളൂ, അതല്ലേ ചെയ്യേണ്ടത്. പക്ഷേ പരന്റെ മുതൽ തിന്നുന്നോൻ വധ്യൻ ലോകഹിതത്തിനായി. അന്യന്റെ മുതൽ തിന്നുന്നവൻ, അന്യനെ കൊണ്ട് പണിയെടുപ്പിച്ച് അതിൻ്റെ ലാഭമുണ്ടാക്കി ജീവിക്കുന്നവൻ, അന്യനെ കൊണ്ട് ജീവിക്കുന്നവനാണ്. അവൻ കൊല്ലപ്പെടുക തന്നെ വേണം എന്ന് ശോണമിത്രൻ പറഞ്ഞു. ഈ സമയത്ത് സംഘപാലൻ പറയാണ്, അതു കേൾക്കെ കുറഞ്ഞൊന്നു ചിന്തിച്ചിങ്ങനെ ചോദ്യമായി, യജ്ഞത്താൽ ആർജിതം വിത്തം എമ്മട്ട് അന്യൻ്റെതായിടും. ഇടോ, താൻ എന്താണ് ഈ പറയുന്നത്? അയാൾ പണിയെടുത്തിട്ടല്ലേ ഇതുണ്ടാക്കിയത്? ആണല്ലോ. സത്യത്തിൽ അയാൾ മുതലിറക്കിയിട്ടുണ്ട്, അയാൾ അതിന്റെ പിന്നിൽ പണി ചെയ്തിട്ടുണ്ട്. അത് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. പക്ഷേ അയാളും യജ്ഞം ചെയ്തിട്ടല്ലേ അത് ആർജിച്ചത്, അയാളും പണിയെടുത്തിട്ടല്ലേ പ്രയത്നിച്ചിട്ടല്ലേ ആർജിച്ചത്. അപ്പോൾ അയാൾക്ക് അർഹതയില്ലേ അതിന്? ഇത് പറഞ്ഞ സമയത്ത്, അറിഞ്ഞിട്ടില്ലഹോ താങ്കൾ നിഗൂഢം വിത്തതത്വവും ശ്രമതത്വവും എന്നല്ല വിശ്വനീതി രഹസ്യവും. അത് കൊള്ളാം. വിത്തതത്വം എന്താണ്? സാമ്പത്തിക ശാസ്ത്രം എന്താണ്? സമ്പത്തിൽ മിച്ചമൂല്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ മിച്ച യജ്ഞത്തെക്കുറിച്ചും, സർപ്ലസ് വാല്യൂ, സർപ്ലസ് ലേബർ എന്നെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അവയെല്ലാം എന്താണ് എന്നും വിശ്വതത്വം എന്താണ് എന്നും അങ്ങേക്ക് അറിയാമോ? കർമ്മം താൻ കൊണ്ടളക്കേണം, കൈക്കൊള്ളേണ്ടും പരിഗ്രഹം, അമിതം ധനമാകുന്നു ശിഷ്ടമൂല്യം ധരിക്കുക. ഒരാൾ സ്വീകരിക്കേണ്ടത്, കൈക്കൊള്ളേണ്ടത് എന്താണെന്നറിയോ? അവൻ ചെയ്ത കർമ്മത്തിനനുസരിച്ചായിരിക്കണം. മറ്റൊരാൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവൻ ലാഭമെന്ന പേരിൽ അനുഭവിച്ചാൽ ആ ശിഷ്ടയജ്ഞത്തിന് അർഹനായവൻ ആ പണിയെടുത്തവനാണ്, അല്ലാതെ ഇവനല്ല. അതുകൊണ്ട് കർമ്മം കൊണ്ടാണ് ഒരാൾ എന്ത് സ്വീകരിക്കണം എന്ത് സ്വീകരിക്കേണ്ട എന്ന് അളക്കേണ്ടത്. അവൻ ചെയ്യുന്ന കർമ്മം കൊണ്ടാണ് എന്ന് ശോണമിത്രൻ സംഘപാലനോട് പറഞ്ഞു. ശിഷ്ടമൂല്യം ഭുജിക്കുന്നോൻ ശിഷ്ടയജ്ഞം ഭുജിക്കയാം. സർപ്ലസ് വാല്യൂ എന്താണ്? സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരാൾ പണിയെടുക്കുമ്പോൾ അയാൾക്ക് വേജസ് കൊടുക്കുന്നു, വേതനം കൊടുക്കുന്നു. പക്ഷെ ആ വേതനത്തെക്കാൾ കൂടുതൽ അയാൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ആ ഉൽപ്പന്നം വിറ്റിട്ട് ഇയാൾക്ക് കൊടുത്ത വേതനവും മറ്റെല്ലാ ചെലവുകളും കഴിച്ച് ഒരു വീതം ഈ മുതലാളിക്ക് കിട്ടുന്നുണ്ട്. ആ മുതലാളിയാകട്ടെ യാതൊന്നും ചെയ്യുന്നുമില്ല. അപ്പോ അത്
ശിഷ്ടമൂല്യമാണ്. ആ ശിഷ്ടമൂല്യം എന്ന് പറയുന്നത് ശിഷ്ടയജ്ഞത്തിന്റെ ഫലമാണ്. ആ യജ്ഞം ചെയ്തതാവട്ടെ തൊഴിലാളിയുമാണ്. ഇത് സാമ്പത്തിക ശാസ്ത്രമാണ്, തൊഴിലിന്റെ തത്വമാണ്. അത് നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ശിഷ്ടയജ്ഞത്തിനായി വൈശ്യൻ പീഡിപ്പിക്കുന്നു ലോകരെ. വൈശ്യൻ എന്ന് പറഞ്ഞാൽ മുതലാളി, ജന്മി, കച്ചവടക്കാരൻ. ആരൊക്കെയാണോ ലാഭമുണ്ടാക്കുന്നവൻ, ആരൊക്കെയാണോ മറ്റുള്ളവൻ പണിയെടുത്ത് അതിന്റെ ഫലമായി ലാഭമുണ്ടാക്കി ജീവിക്കുന്നവൻ, അവനെ എല്ലാം പറയുന്ന പേരാണ് ഇവിടെ വൈശ്യൻ. അല്ലാതെ ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥത്തിലല്ല വൈശ്യൻ ഇവിടെ എടുക്കേണ്ടത്. വൈശ്യൻ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നു. എന്തിന്? അവന് ലാഭം കിട്ടാൻ വേണ്ടി. ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് ഇല്ലേ? വളരെ ചെറിയ കൂലി കൊടുത്തും ഒക്കെ വലിയ ലാഭം ഉണ്ടാക്കി പോകുന്നതായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. ഈ വിധം ശോണമിത്രന്റെ പൊരുൾ ഉൾച്ചേർത്തു നോക്കവേ തന്നെ ചൂഷകനായി കണ്ടു വിറച്ചു സംഘപാലകൻ. ശോണമിത്രനത് പറഞ്ഞപ്പോ സംഘപാലനൊന്ന് വിറച്ചു. എന്താ വിറയ്ക്കാൻ കാരണമെന്നറിയോ? അടുത്ത വരികൾ കേട്ടാ മതിയത്. അനർഹമായി ഭുജിക്കുന്നോൻ വദ്യനെന്നു നിനക്കിലോ, അനർഹമായി ഭുജിപ്പിപ്പോൻ എത്രമേൽ വദ്യനായിടും. സംഘപാലൻ ശോണമിത്രനോട് ചോദിക്കുകയാണ്, നീ പറഞ്ഞതാണ് ശരിയെങ്കിൽ അവനെ വധിക്കുന്നതിന് മുമ്പേ വധിക്കേണ്ടത് എന്നെ ആയിരുന്നില്ലേ? കാരണം മറ്റുള്ളവർക്ക് പാവങ്ങളെ ചൂഷണം ചെയ്യുവാൻ അവസരമൊരുക്കുന്നവൻ ആണ് ഭരണാധികാരി എന്ന നിലയിൽ ഞാൻ. ഇന്നും അങ്ങനെ തന്നെയല്ലേ ഭരണാധികാരികൾ? മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതിന് അവസരം ഒരുക്കി കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. ഇത് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുവാൻ അവസരമൊരുക്കി കൊടുക്കുന്നവനല്ലേ ചൂഷണം ചെയ്യുന്നവനേക്കാൾ ശിക്ഷിക്കപ്പെടേണ്ടവൻ? ഇത് സംഘപാലൻ ശോണമിത്രനോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഞാനാണ് വദ്യൻ, എന്നെ നീ കൊല്ലണം എന്ന് പറഞ്ഞു. ഈ സമയത്തോ ശോണമിത്ര യഥാർത്ഥത്തിൽ അനർഹമായി ഭുജിക്കുന്നോൻ വദ്യനെന്നു നിനക്കിലോ, അനർഹമായി ഭുജിപ്പിപ്പോൻ എത്രമേൽ വദ്യനായിടും. ശോണമിത്ര യഥാർത്ഥത്തിൽ ഞാനല്ലീ വദ്യൻ, ആകയാൽ എന്നെയും ശിക്ഷ ചെയ്തിട്ടു താങ്കൾ ചെങ്കോലെടുക്കുക. ഇന്നത്തെ ഭരണാധികാരി അത് പറയില്ല. ഇത് വിഷ്ണുനാരായണ സാർ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ നമ്മളിത് പഠിപ്പിക്കണമല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു സംഘപാലനും പറയില്ല എന്നെ കൊന്നിട്ട് നീ ഭരണം ഏറ്റെടുത്തോ, കാരണം ഞാനൊരു ചൂഷകനാണ്, ചൂഷണം ചെയ്യുന്നവനെ ചൂഷണം ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നവനും ഞാനാണ്, അതുകൊണ്ട് ഞാനാണ് ഏറ്റവും വലിയ ദ്രോഹി, എന്നെ നീ കൊല്ലൂ, എന്നിട്ട് ഭരണം നീ കൈയാളിക്കോളൂ എന്ന് ഇന്നത്തെ ഒരു ഭരണാധികാരിയും പറയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ വിഷ്ണുനാരായണൻ നമ്പൂരി സാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തരേണ്ട ഒരു സന്ദേശം ഇത്തരം ഒരു കഥയിലൂടെ മാത്രമേ തരാൻ സാധിക്കൂ എന്നതുകൊണ്ട് അത്തരം ഒരു ഭരണാധികാരിയായിട്ടാണ് സംഘപാലനെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സംഘപാലൻ പറഞ്ഞു, ഞാൻ വദ്യനാണ്, ഞാൻ വധിക്കപ്പെടേണ്ടവനാണ്, എന്നെ കൊന്നോളൂ എന്ന്. അത് നേരെന്ന് വാൾവിന്നൽ പുളയുന്നു നൊടിക്കകം ചിത രണ്ടുണ്ട് പൊന്തുന്നു കെട്ടടങ്ങുന്നു വാസരം. വാസരം വെച്ചാൽ പകൽ എന്നർത്ഥം. ഇത് പറയേണ്ട താമസം തൻ്റെ ഉറയിൽ നിന്നും വാളൂരി ശോണമിത്രൻ ഒന്ന് മിന്നി വാള് തല ഛേദിക്കപ്പെട്ടു സംഘപാലന്റെ. സംഘപാലൻ വധിക്കപ്പെട്ടു. 2 ശവശരീരങ്ങളാണ് അവിടെ ദഹിപ്പിക്കപ്പെട്ടത്. ഒന്ന് വൈശ്യന്റേതും, വൈശ്യനെ ചൂഷണം ചെയ്യാൻ അനുവദിച്ചതായ ഭരണാധികാരിയായ സംഘപാലന്റെയും. ശോണമിത്രൻ ഭരണാധികാരത്തിൽ വന്നു. റഷ്യയിൽ സാർ ചക്രവർത്തി ഭരണം അവസാനിപ്പിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം അവിടെ വന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ മതി. ലെനിൻ നമുക്കറിയാം വിപ്ലവത്തിലൂടെ ഭരണം പിടിച്ചെടുത്തു. പക്ഷെ അത് അവസാനം ആരുടെ കയ്യിൽ ചെന്നു? സ്റ്റാലിന്റെ കയ്യിൽ ചെന്നു. എന്തായിരുന്നു പിന്നീട് സംഭവിച്ചത് എന്നത് റഷ്യയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ കവിതയൊന്ന് പഠിച്ചാൽ കൂടുതൽ നന്നായി മനസ്സിലാകും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ചോര തിളങ്ങുന്ന വാളാൽ ഭൂമി പകുത്തതാ തുല്യമായി പങ്കുവയ്ക്കുന്നു ശോണമിത്രൻ മഹാബലൻ. ആപണങ്ങൾ മഹാസാർത്തവാഹ സംഘപഥങ്ങളും ധാതുലോഹങ്ങളും ധാന്യ നാണയങ്ങളും അങ്ങനെ എല്ലാം തുല്യമായി പങ്കുവയ്ക്കണം. അതാണല്ലോ സമത്വാധിഷ്ഠിത സമൂഹം, അതാണല്ലോ സോഷ്യലിസ്റ്റ് സമൂഹം. അതിൻ്റെ പ്രതീതിയാണല്ലോ ശോണമിത്രൻ. ശോണമിത്രൻ ചെങ്കോലെടുത്തു ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ശോണമിത്രൻ എന്ത് ചെയ്തു? ഭൂമി, ആപണങ്ങൾ, ആപണച്ച കമ്പോളങ്ങള്, കച്ചവട കേന്ദ്രങ്ങള്, ഇതിനാണ് ആപണങ്ങൾ എന്ന് പറയുന്നത്. സാർത്തവാഹ സംഘപഥങ്ങൾ, വണിക്കുകൾ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുവാനായിട്ട് ആളുകൾ യാത്ര ചെയ്യുന്ന എല്ലാ മേഖലകളും, കൃഷിഭൂമി,
വ്യവസായങ്ങള്, എന്തെല്ലാം ഉണ്ടോ സ്റ്റേറ്റിൽ അതെല്ലാം തന്നെ എല്ലാവർക്കുമായി തുല്യമായി പങ്കുവച്ചു. മനോഹരമായ ഭരണം, ആർക്കും ഒരു പരാതിയുമില്ല. നോക്കൂ അടുത്ത ഖണ്ഡികയിൽ പറയുന്നത്, പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടും കടന്നീ മട്ടു പോകവേ പുരലക്ഷ്മികൾ ഉദ്യാന ക്രീഡ ചെയ്തു രമിക്കവേ ശോണമിത്രൻ അമാത്യന്മാരൊത്തു വെൺകൽ തളത്തിലായി കാര്യാലോചന ചെയ്യുമ്പോൾ കേൾക്കായി മധുരസ്വരം. ആണ്ടുകൾ പലത് കഴിഞ്ഞു. ഇത് ഒരു ശോണമിത്രൻ എന്ന് പറയുമ്പോൾ ഒരാള് എന്ന് എടുക്കണ്ട നിങ്ങൾ. ആ ശോണമിത്രനിൽ നിന്നും അടുത്ത ശോണമിത്രൻ, അതിൻ്റെ അടുത്ത ശോണമിത്രൻ എന്ന് ചിന്തിച്ചോളൂ. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ഭരണാധികാരി എന്ന് ചിന്തിച്ചോളൂ. അത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. രാജ്യം പലവിധ ഐശ്വര്യങ്ങളിലൂടെയും കടന്നുപോയി. സോവിയറ്റ് യൂണിയനും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. കുറെ കാലം നമ്മളെല്ലാം വിചാരിച്ചില്ലേ അങ്ങനെ? ജി ശങ്കരക്കുറുപ്പിനെ പോലുള്ള കവികൾ പാടിയില്ലേ? ഇല്ലേ? സോവിയറ്റ് എന്നൊരു നാടുണ്ട് അത്രേ, ഇല്ലേ? അതുപോലൊരു നാടുണ്ട്, അവിടെ പോകാൻ കഴിഞ്ഞാൽ മഹാഭാഗ്യമെന്ന് നമ്മുടെ കവികൾ പാടിയില്ലേ? എത്ര കവികൾ പാടി? അത്രയും സുന്ദരമായിട്ട് ആ രാജ്യം അനുഭവപ്പെട്ടില്ലേ? അങ്ങനെ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും കഴിഞ്ഞു. ഒരു ദിവസം ശോണമിത്രൻ മന്ത്രിമാരുമായിട്ട് കാര്യാലോചന നടത്തുകയാണ് മനോഹരമായ അവരുടെ സഭാഗൃഹത്തിൽ. ആ സമയത്ത് മധുരമായ ഒരു സ്വരം പുറത്തു നിന്നും കേട്ടു. എന്തായിരുന്നു ആ സ്വരം? രാജൻ, താങ്കൾ പകുത്തേകി പൊലിച്ച ധനമൊക്കെയും പങ്കിട്ടുണ്ണുന്നുവോ തുല്യം പുരവാസികൾ ഇപ്പോഴും? കൊള്ളാം. താങ്കളല്ലേ എല്ലാവർക്കും തുല്യമായി പങ്കിട്ട് കൊടുത്തത്? എല്ലാവരും സുഖമായി അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ച്, സുഖമായി ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് ആഭരണങ്ങൾ പങ്കിട്ട് കൊടുത്തു, അങ്ങ് സാർത്ഥവാഹ സംഘപഥങ്ങളെ പങ്കിട്ട് കൊടുത്തു, അങ്ങ് കൃഷിഭൂമിയെ പങ്കിട്ട് കൊടുത്തു, അങ്ങ് എല്ലാം പങ്കിട്ട് കൊടുത്തു. സ്റ്റേറ്റിൻ്റെതായിട്ടുണ്ട്. ഇത് തുല്യമായി പങ്കുവെച്ച് അവർ തുല്യമായി ജീവിക്കട്ടെ, സന്തോഷമായി ജീവിക്കട്ടെ എന്നാണല്ലോ അങ്ങ് ധരിച്ചത്. പക്ഷേ അവരിപ്പോഴും ആ തുല്യത അനുഭവിക്കുന്നുണ്ടോ എന്ന് ശോണമിത്രനോട് ചോദിക്കുകയാണ്. ഈ ചോദ്യം കേട്ടപ്പോഴാണ് ശോണമിത്രൻ ആരാണ് ചോദിക്കുന്നത് എന്ന് നോക്കിയപ്പോൾ, ആരിവൻ? ഇതാരാണ് എന്നോട് ചോദിക്കുന്നത്? എല്ലാവരും ഇപ്പോഴും തുല്യരാണോ? അന്ന് അങ്ങ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ട് കൊടുത്ത അതേ അവസ്ഥയാണോ ഇന്നും ഉള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആരാണ് ചോദിക്കുന്നത് എന്ന് നോക്കിയപ്പോൾ, ചുളിയും ചില്ലി തൊടുക്കും കൂർത്ത നോട്ടമേറ്റിരിക്കുന്നു മുന്നിൽ എങ്ങു നിന്നു വന്നുള്ളൊരു ആൺകിളി. നോക്കിക്കഴിഞ്ഞപ്പോ ആരായിരുന്നു അത്? കൂർത്ത നോട്ടവുമായിട്ട് ഒരു ആൺകിളി വന്നിരിക്കുന്നു. ആ കിളിയാണ് ചോദിച്ചത്. രാജൻ, അങ്ങല്ലേ പറഞ്ഞത് എല്ലാവർക്കും എല്ലാം തുല്യമാകുമ്പോൾ സുഖമായി ജീവിക്കുമെന്ന്? ഇന്ന് എല്ലാവർക്കും തുല്യമാണോ? നമ്മൾ പറയാറുണ്ട് എല്ലാവരും തുല്യരാണ്, പക്ഷെ ചിലർ കൂടുതൽ തുല്യരാണ്. അതാണ് അവസ്ഥ. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. പ്രയത്നം ചെയ്തിടാതിപ്പോൾ ഭുജിപ്പിയിൽ ആരും ഇങ്ങടോ, പക്ഷേ രാജൻ ഭവാനിപ്പോൾ യജ്ഞിച്ചിട്ട് എത്ര കാലമായി? ഈ സമയത്ത് ഈ കിളി ഇത് ചോദിച്ചപ്പോ ശോണമിത്രൻ ഈ കിളിയോട് പറയാണ്, പണിയെടുക്കാതെ ആരും ഇവിടെ ഒന്നും ഭക്ഷിക്കുന്നില്ല. എല്ലാവരും പണിയെടുക്കുന്നുണ്ട്, എല്ലാവരും പണിയെടുക്കുന്നു, ആ പണിക്കനുസരിച്ച് ഭുജിക്കുന്നു. ഇത് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിച്ചത്? ഇതല്ലേ കമ്മ്യൂണിസം? ഇതല്ലേ സോഷ്യലിസം? ഇതല്ലേ സമത്വാധിഷ്ഠിത സമൂഹം, സമത്വാധിഷ്ഠിത രാഷ്ട്രം, രാജ്യം? അപ്പോ ഇത് ആ കിളിയോട് ചോദിച്ചു ശോണമിത്രൻ. അപ്പോ കിളി എന്താ മറുപടി പറഞ്ഞേ? പക്ഷേ രാജൻ, അങ്ങ് പറഞ്ഞേക്ക് ഞാൻ സമ്മതിച്ചു. ഭവാൻ ഇപ്പോൾ യജ്ഞിച്ചിട്ട് എത്ര കാലമായി? അങ്ങ് എന്ത് പണിയെടുക്കണേ? എല്ലാവരും പണിയെടുക്കണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങ് എന്ത് പണിയെടുക്കണേ? എന്ത് പണിയെടുത്തിട്ട് അങ്ങ് ജീവിക്കണേ? പക്ഷെ അതിന് മറുപടി ഉണ്ടായിരുന്നു ശോണമിത്രൻ. എന്തായിരുന്നു അത്? എന്റെ മേധാപ്രയത്നത്തിന് ശിഷ്ടമാം മൂല്യമല്ലയോ പുരവാസികതൻ ശിഷ്ട യജ്ഞം വാങ്ങാൻ കൊടുപ്പു ഞാൻ. അത് കൊള്ളാം. എന്റെ ബുദ്ധി വൈഭവം കൊണ്ടല്ലേ ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. അതാണല്ലോ പലരും ഇവിടെ ധരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്റെ കഴിവ് കൊണ്ടാണ് ഇതെല്ലാം മുന്നോട്ട് പോകുന്നതെന്നാണ് ധരിച്ചു പോകുന്നത് ചില ആളുകളെല്ലാം. ചില ഭരണാധികാരികളെയൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നതിൽ തെറ്റില്ല എന്നെനിക്ക് തോന്നുന്നു. മനസ്സിലായി? അവരുടെ മേധാശക്തി കൊണ്ടാണ്, ബുദ്ധിവൈഭവം കൊണ്ടാണ് ഈ സമൂഹം മുന്നോട്ട് പോകുന്നത്.
മനസ്സിലായില്ലേ? അവര് സുഖമായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ മേധാപ്രയത്നമല്ലേ? ശരീരം കൊണ്ട് എത്തിക്കുന്നതും മേധ കൊണ്ട് എത്തിക്കുന്നതും ഒരുപോലെ തന്നെയല്ലേ? കൃത്യമായ മറുപടിയായിരുന്നു ശോണമിത്രന്റെ. പക്ഷേ കിളി വിട്ടില്ല. കിളി വീണ്ടും ചോദിച്ചു, പക്ഷേ രാജൻ, അമാത്യന്മാർ യജ്ഞിച്ചിട്ടെത്ര കാലമായി? സംഘനായകർ, വിദ്വാൻമാർ, സൈന്യവും നീതിപാലരും. കൊള്ളാം. അമാത്യന്മാർ, അങ്ങയുടെ മന്ത്രിമാര് പണിയെടുക്കുന്നുണ്ടോ? സുഖമായി ജീവിക്കല്ലേ? പലരെയും പറ്റിച്ച് വിദേശയാത്രയും ചെയ്ത് ഇല്ലേ സുഖമായിട്ട് ജീവിക്കുകയാണ്. ജനങ്ങളുടെ കയ്യിലെ കാശെടുത്ത് എന്തെല്ലാമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെടുത്ത് ജനങ്ങൾ പണിയെടുത്തുണ്ടാക്കുന്ന കാശ്, നികുതിയായിട്ട് അടയ്ക്കുന്ന കാശ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വിദേശയാത്ര ചെയ്യാം, സുഖമായി വസിക്കാം, സുഖവാസത്തിന് പോകാം, എല്ലാം ചെയ്യാം, വലിയ കെട്ടിടങ്ങൾ ഉയർത്താം, ഭൂമികൾ മേടിച്ചിടാം. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇവിടത്തെ സംഘനായകർ, പാർട്ടി നേതാക്കന്മാരാണ് ഈ സംഘനായകർ എന്ന് പറയുന്നത്. ഇവിടത്തെ പാർട്ടി നേതാക്കന്മാർ എന്നെടുത്താൽ മതി നമ്മള്. വിദ്വാൻമാർ, പണ്ഡിതന്മാർ എന്ന് നടിച്ചു നടക്കുന്ന കുറെ ബുദ്ധിജീവികൾ, ഈ ഭരണക്കാരുടെ കപംതീനികളായിട്ടുള്ള ആളുകൾ, അവര് പറയുന്നത് അനുസരിച്ച് നീങ്ങുന്ന ഒരു സംഘം ബുദ്ധിജീവികളും സാംസ്കാരിക നായകരും ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള വിദ്വാൻമാര്, അതുപോലെ സൈന്യം പോലും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ നീതിപാലരും ഒക്കെ സുഖമായി ഒരു പണിയെടുക്കാതെ ജീവിക്കുകയല്ലേ രാജൻ എന്ന് പറഞ്ഞപ്പോ, പണ്ടു വൈശ്യർ കണക്കിപ്പോൾ ഇവരും ഗണ്യരായിതേ, ശിഷ്ടയജ്ഞത്തിന് ഈ കൂട്ടർ പീഡിപ്പിക്കുന്നു ലോകരെ. എന്നിട്ട് ശോണമിത്രനോട് കിളി പറയാണ്, പണ്ട് എങ്ങനെയാണോ വൈശ്യനെ അന്ന് കൊന്നത്, എന്തിനാണോ വൈശ്യനെ കൊന്നത്, ആ വൈശ്യനെ പോലുള്ള ചൂഷകരായി മാറിയില്ലേ ഇന്ന് ഇവരെല്ലാം? അതേപോലെ വേണ്ടേ ഇവരെയും പരിഗണിക്കാൻ? മറ്റുള്ളവരെ പണിയെടുപ്പിച്ചുകൊണ്ട് സുഖമായി ജീവിക്കുവാൻ അവരെ പീഡിപ്പിക്കുന്നവർ തന്നെയല്ലേ ഇപ്പോഴും ഇവർ? അങ്ങ് പണ്ട് ഒരു വൈശ്യനെ വധിച്ച് സംഘപാലൻ എന്ന ഭരണാധികാരിയെയും വധിച്ച് കസേരയിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. നേരോ കേൾക്കുന്നു ഞാനിപ്പോൾ ശുക, കോർത്തുള്ള ചുണ്ടോടെ കൊട്ടാരം വിട്ടിറങ്ങുന്നു ശോണമിത്രൻ പ്രകമ്പിതൻ. പെട്ടെന്ന് ഞെട്ടിപ്പോയി ശോണമിത്രൻ. ശോണമിത്രൻ പറയാണ്, ശരിയാണല്ലോ, നീ പറയുന്നത് സത്യമാണോ? എനിക്ക് അബദ്ധം പറ്റിയോ? എനിക്ക് തെറ്റ് പറ്റിയോ? ഞാൻ ഇങ്ങനെ ഒരു സമൂഹമല്ലല്ലോ എൻ്റെ സ്വപ്നത്തിൽ കണ്ടത്. ഞാൻ ഇങ്ങനെ ഒരു സമത്വ ചിന്തയല്ലല്ലോ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഇത് എവിടെയാണ് സമത്വം? അസമത്വത്തിൽ എവിടെയാണ് സമത്വം ഉണ്ടാവുക? സത്യത്തിൽ നീ പറഞ്ഞതിൽ ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് വിറച്ചു ശോണമിത്രൻ. എന്നിട്ടോ കൊട്ടാരം വിട്ടിറങ്ങി. എന്തിനാ കൊട്ടാരം വിട്ടിറങ്ങിയത്? ഇവൻ പറയുന്നത് ശരിയാണോ എന്ന് നേരിട്ടറിയണം ഭരണാധികാരിക്ക്. നമ്മുടെ ഇന്നത്തെ ഭരണാധികാരിയെ കുറിച്ച് ചിന്തിക്കരുത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഭരണാധികാരിയെ സൃഷ്ടിച്ചതാണ് എന്ന് ചിന്തിക്കണം. ഭരണാധികാരി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്. എന്താണ് ഈ ശോണമിത്രൻ ഈ കിളി പറഞ്ഞതെല്ലാം ശരിയാണോ? ശുഖൻ എന്ന് പറയുന്നത് കിളിയെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവന്റെ മുന്നിലായി നീളെ കാണുന്നു യന്ത്രശാലകൾ, തുല്യമായി പങ്കുവെച്ചെണ്ണം നുണയ്ക്കും തൊഴിലാളികൾ. അങ്ങനെ നടക്കുമ്പോൾ അവൻ കാണുന്നു ധാരാളം വ്യവസായശാലകള്. ആ വ്യവസായശാലകളില് ഭക്ഷണം തുല്യമായിട്ട് പങ്കുവെച്ച് തൊഴിലാളികൾ കഴിക്കുന്നുണ്ട്. എന്താ അതിൽ കുഴപ്പം? എല്ലാവരും സുഖമായിട്ട് യന്ത്രശാലകളിൽ പ്രവർത്തിക്കുന്നു, അവര് ഭക്ഷണം തുല്യമായിട്ട് പങ്കുവെച്ച് കഴിക്കുന്നു. ഇത് ഇവനെന്തൊരു പൊട്ടത്തരമാണ് ഈ പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ചിട്ടയായി മണിമുട്ടുമ്പോൾ ഉല്ലസിക്കുന്ന കുട്ടികൾ. എല്ലാം ഒരു അച്ചടക്കത്തിന്റെ കൂട്ടിനകത്താണ്. നമുക്കറിയാം ഇല്ലേ, കമ്മ്യൂണിസം അതാണല്ലോ, പേടിപ്പിച്ച് നിർത്തുകയാണല്ലോ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്റ്റാലിൻ മരിച്ചു കിടക്കുമ്പോൾ പോലും ആളുകൾ മിണ്ടിയിരുന്നില്ല. കാരണം ആ മീശ വിറയ്ക്കുന്നുണ്ടോ എന്ന് സംശയിച്ചു എന്നാണ്. മരിച്ചു കിടക്കുന്ന സ്റ്റാലിന്റെ മീശ വിറയ്ക്കുന്നുണ്ടോ എന്ന് സംശയിച്ചു. സ്റ്റാലിന് ശേഷം വന്നതായ ഭരണാധികാരി ആ സഭയില്, അദ്ദേഹത്തിന്റെ സഭയില് എന്തോ പറഞ്ഞപ്പോൾ സഭയിലെ ഏതോ ഒരംഗം ചോദിച്ചു, അങ്ങേക്ക് അന്നിതിനെ എതിർക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ജീവനിൽ കൊതിയുണ്ടായിരുന്നു എന്നാണ്. കാരണം
അന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അവനെ തട്ടിക്കളയും. ഒരു സംശയവും വേണ്ട. ഇന്നും അതാണല്ലോ സ്ഥിതി. ചോദ്യം ചെയ്താൽ കൊന്നുകളയുകയോ എന്തെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെടുത്തുകയോ എന്തെങ്കിലും കേസുകളിൽ പെടുത്തി ജയിലിലിടുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഇന്നുമില്ലേ ആ പ്രത്യയശാസ്ത്രത്തിന്? അത് ചിന്തിച്ചാൽ മതി നിങ്ങൾ. അപ്പൊ മണിമുട്ടുമ്പോൾ മാത്രമാണ് കുട്ടികൾ ഉല്ലസിക്കുക എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തിന്റെ കൂട്ടിനകത്താണ് എല്ലാവരും ജീവിക്കുന്നത്. പേടിപ്പിച്ചാണ് ആളുകളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. കുട്ടികൾ എന്ത് ധരിക്കണമെന്നും എപ്പോൾ ചിരിക്കണമെന്നും എപ്പോൾ കളിക്കണമെന്നും എപ്പോൾ പഠിക്കണമെന്നും ഭരണാധികാരി തീരുമാനിക്കും. അതാണ് കമ്മ്യൂണിസം. അതാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ആൾക്കൂട്ടങ്ങൾ നോക്കൂ, വിളംബരം പാർത്തു സത്യം അറിയുന്ന മനീഷികൾ. നമ്മുടെ ബുദ്ധിജീവികളെ കുറിച്ച് പറയാറുണ്ടല്ലോ. പലതും കേൾക്കുമ്പോൾ നമ്മൾ പറയും, എന്താ ബുദ്ധിജീവികള് നിശബ്ദരായിരിക്കുന്നത് എന്താ എന്ന് നമ്മൾ പറയാറുണ്ട്. സാംസ്കാരിക നായകർ മൗനം പൂണ്ടു എന്ന് പറയാറുണ്ട്. മൗനം പൂണ്ടതൊന്നും അല്ല. എന്താ കാരണം? ഭരണാധികാരി വർഗം, പാർട്ടി പറയണം ഇവരെന്തെങ്കിലും മിണ്ടണമെങ്കിൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ എന്നറിയാൻ റഷ്യയിലേക്ക് പോയവരാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാര്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ എന്നറിയാൻ റഷ്യയിലേക്ക് യാത്ര ചെയ്തതാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാര്. ഈ സത്യം അവസാന കാലത്ത് അച്യുതമേനോൻ വരെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മനീഷികൾ, നമ്മുടെ ബുദ്ധിജീവികൾ എങ്ങനെയാണെന്നാ പറയുന്നേ? വിളംബരം പാർത്ത് ഭരണാധികാരി ഉത്തരവിട്ടാൽ മാത്രം ഇവൻ കാര്യങ്ങളെ തുറന്നു പറയും. അപ്പോൾ മാത്രമേ ഇവൻ സത്യം അറിയുന്നുള്ളൂ. അല്ലാതെ മിണ്ടാൻ സാധ്യമല്ലേ ബുദ്ധിജീവിക്കും സാംസ്കാരിക നായകനും ഒന്നും. അങ്ങനെയുള്ളവർക്ക് പാരിതോഷികങ്ങളും അവാർഡുകളും ഇല്ലേ, സാഹിത്യ അക്കാദമി പുരസ്കാരവും ഒക്കെ കൊടുത്ത് അങ്ങനെ നിർത്തും. ആൾക്കൂട്ടങ്ങൾ ചിരിക്കുന്നു കാശപൂത്തതുപോലവേ, പക്ഷേ നാട്ടാർ ചിരിക്കുമ്പോൾ നടുങ്ങാനെന്തു നായകൻ. ആളുകൾ ചിരിക്കുന്നുണ്ട്. എങ്ങനെയാ ചിരിക്കുന്നത്? റെഡിമെയ്ഡ് ചിരിയാണ്. കൈ കേട്ടിട്ടില്ലേ? കൈയടിക്കുക. ഇപ്പോ കമ്മ്യൂണിസ്റ്റ് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാവരും കൈയടിക്കണം, കൈയടിച്ചേ പറ്റൂ. ആ ഭരണാധികാരി സംസാരിക്കുന്നയാള് ഒരു പൊട്ട തമാശ പറഞ്ഞാലും എല്ലാവരും ചിരിച്ചോളണം. അതാണ് അച്ചടക്കം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ആളുകൾ ചിരിക്കുന്നത്? കാശ പൂത്തതുപോലെ. കാശാന്ന് വെച്ചാൽ കായാമ്പൂ എന്നർത്ഥം. കായാമ്പൂ പൂക്കുന്ന എങ്ങനെയാ? ഒരെണ്ണമായിട്ട് പൂക്കില്ല, ഒരുമിച്ച് ഇങ്ങനെ പൂത്ത് നിൽക്കും. മനസ്സിലായി? എല്ലാവരും ഒരു ചിരിയാണ്, ഒരു റെഡിമെയ്ഡ് ചിരി. അതാണ്. പക്ഷേ നാട്ടാർ ചിരിക്കുമ്പോൾ നടുങ്ങാനെന്തു നായകൻ. അവര് ചിരിക്കുന്ന സമയത്ത് ഭരണാധികാരി നായകൻ എന്തിനാണ് ഞെട്ടുന്നത്? അടുത്ത വരിയിൽ ആ സത്യം പറയുന്നു. എനിക്കിവർ ചിരിക്കുമ്പോൾ ഭയം തോന്നുന്നു ഹേശുക, സ്വത്വം പോയോർ ചിരിക്കുമ്പോൾ ഭയം താനല്ലി തോന്നുക. ഐഡന്റിറ്റി ഇല്ലാത്തതായൊരു സമൂഹമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കീഴിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് എം.എൻ. റോയൊക്കെ ഈ കമ്മ്യൂണിസത്തിന്റെ ഈ ഒരു വീഴ്ചയെയും ഈ ഒരു കുറവിനെയും ആദ്യകാലത്ത് വിമർശിച്ചിരുന്നു. നമ്മളും കേട്ടിട്ടുണ്ടതല്ല. അങ്ങനെ വിമർശിച്ച പലരും ഉണ്ട്. എം ഗോവിന്ദനും ഒക്കെ ആ രീതിയിൽ പറഞ്ഞു വെച്ച ആളുകളാണ്. മനുഷ്യനെ കാണാൻ കഴിവില്ലാത്ത, മനുഷ്യത്വം എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു പ്രത്യയശാസ്ത്രം മനുഷ്യൻ എങ്ങനെ ഗുണം ചെയ്യും എന്നുള്ളത് ചോദിച്ച എത്രയോ ആളുകളുണ്ട്. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. എനിക്കിവർ ചിരിക്കുമ്പോൾ ഭയം തോന്നുന്നു ഹേശുക. ഞാൻ നടുങ്ങുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എനിക്കിവർ ചിരിക്കുന്ന സമയത്ത് ഞാൻ പേടിക്കുക. എന്താ കാരണം പേടിക്കണതിന്? സ്വത്വം പോയോർ ചിരിക്കുമ്പോൾ ഭയം താനല്ലി തോന്നുക. സത്യത്തിൽ ഇവർ ചിരിക്കുന്നത് ചിരി വന്നിട്ടാണോ? ഇവർക്ക് ഐഡന്റിറ്റി ഇല്ല, അസ്തിത്വമില്ല, ഇവർക്ക് വ്യക്തിത്വവുമില്ല. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനകത്ത്, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനകത്ത് വ്യക്തിത്വം വേണമെങ്കിൽ രാജ്യം വിട്ടോളണം. റഷ്യയിൽ നിന്ന് എത്രയോ ബുദ്ധിജീവികളാണ് നാട് വിട്ട്, റഷ്യ വിട്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി വളരുകയും പഠിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തവര് ധാരാളം പേരുണ്ട്. കാരണം എന്താണ്? ആ രാജ്യത്ത് നിന്നാൽ സ്വത്വം സംരക്ഷിക്കാനാവില്ല. അവരുടെ അസ്തിത്വത്തെ സംരക്ഷിച്ചുകൊണ്ട്, അവരുടെ ഐഡന്റിറ്റിയെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് ഒരിക്കലും എഴുതാൻ സാധ്യമല്ല. അസ്തിത്വം പോയവന്റെ ചിരി കൃത്രിമമായ ചിരിയാണ്. നമുക്ക് കണ്ടിട്ടില്ലേ, ചില ആളുകളൊക്കെ നമ്മൾ പേടിപ്പിക്കുന്ന ഭരണാധികാരി എന്തെങ്കിലും പറഞ്ഞാൽ, തമാശ പറഞ്ഞാൽ ചിരിക്കാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ്. ചിരിച്ചില്ലെങ്കിൽ
അത് കുഴപ്പമാകുമോ എന്നുള്ള നമ്മുടെ ഭയം. ആ ചിരി സത്യത്തിൽ ആ തമാശ ആസ്വദിച്ചിട്ടാണോ? അല്ല, സത്യത്തിൽ അയാളെ ഭയപ്പെട്ടിട്ടാണ്. ഇത് അസ്തിത്വം നഷ്ടപ്പെട്ടവന്റെ ചിരിയാണ്. ഇതാണ് ഈ പ്രത്യയശാസ്ത്രത്തിന് കീഴിൽ ഇത്ര ഒരു ഭരണാധികാരത്തിന് കീഴിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ് ശോണമിത്രൻ ഈ ശുഗനോട്, സ്വത്വം തിരിച്ചു കിട്ടാൻ ഞാൻ എന്തു ചെയ്യേണ്ടു ഹേ ശുഗ? ഈ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടതായി ഈ അസ്തിത്വത്തെ, അല്ലെങ്കിൽ അസ്മിതയെ എന്ന് പറഞ്ഞോളൂ, തിരിച്ചു കിട്ടാൻ, ആ നഷ്ടപ്പെട്ടു പോയ മനുഷ്യത്വത്തെ, വ്യക്തിത്വത്തെ, അസ്തിത്വത്തെ, അസ്മിതയെ തിരിച്ചു കിട്ടുവാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം ശുഗ? എനിക്കറിയില്ല. ഈ പ്രത്യയശാസ്ത്രവും ഈ ഭരണ സമ്പ്രദായങ്ങളും ഇങ്ങനെ തുടരുന്നത് ശരിയല്ല. അസ്തിത്വം നഷ്ടപ്പെട്ട മനുഷ്യൻ മനുഷ്യനേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ശിഷ്ടം വരാത്തതാം പൂർണ്ണ യജ്ഞം എന്തതു ചെയ്യ, സ്വത്വം തിരിച്ചു വിട്ടാൻ ഞാൻ എന്തു ചെയ്യേണ്ടു ഹേ ശുഗ? അപ്പൊ ശുഗൻ മറുപടി കൊടുക്കുകയാണ്, ശിഷ്ടം വരാത്തതാം പൂർണ്ണ യജ്ഞം എന്തതു ചെയ്യുക. ശിഷ്ടയജ്ഞം ഉണ്ടാവണേ എങ്ങനെയാണ്? ശിഷ്ടയജ്ഞം ഉണ്ടാകുന്നത് ഈ മുതലാളി അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതാണ്. പൂർണ്ണയജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണയജ്ഞം എന്ന് പറഞ്ഞാൽ എല്ലാം ത്യജിക്കലാണ്. ഇതം ന മമ, അതാണ് പൂർണ്ണയജ്ഞം. ഒരു ഹോമാഗ്നിയിലേക്ക് നാം ദ്രവ്യം സമർപ്പിക്കുന്നത് ഇതം ന മമ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എല്ലാം നാം ഈ അഗ്നിയിൽ സമർപ്പിക്കുകയാണ്. ഇതെനിക്കുള്ളതല്ല, ഇതെൻ്റേതല്ല, ഇതെല്ലാം സമാജത്തിൻ്റെതാണ്. മുഴുവൻ ത്യജിക്കുകയാണ് നമ്മൾ. ആ ത്യജിക്കലാണ് യഥാർത്ഥത്തിൽ പൂർണ്ണയജ്ഞം എന്ന് പറയുന്നത്. ഭാരതം മാത്രമേ അത് പഠിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് വിശ്വാനമ്പൂർ സാർ തന്നെ ഒരിക്കൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ റഷ്യയിൽ എവിടെയും ആയിക്കൊള്ളട്ടെ, രണ്ടു തരം ആളുകളേ ഉള്ളൂ, ഒന്നുള്ളവരും ഇല്ലാത്തവരും. പക്ഷേ അവര് കാണാതെ പോയൊരു വർഗം ഭാരതത്തിലുണ്ട് എന്നീ വിശ്വനാഥൻപുരി സാർ ഒരിക്കൽ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഉണ്ടെങ്കിലും വേണ്ടാത്തവർ. ഉണ്ടെങ്കിലും വേണ്ടാത്തവർ. അങ്ങനെ ഒരു വർഗത്തെ കുറിച്ച് ഇവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് വിശ്വനാഥൻപുരി സാർ ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്. ഉള്ളവരും ഇല്ലാത്തവരുമാണല്ലോ, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് ആണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. പക്ഷേ ഉണ്ടായിട്ടും ത്യജിക്കുന്നവര്, വേണ്ടാത്തവർ, എനിക്കൊന്നും വേണ്ട. അതാണല്ലോ ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. എല്ലാം ത്യജിക്കുക, സമാജത്തിനായിട്ട് എല്ലാം ത്യജിക്കുക. ഇതാണ് പൂർണ്ണയജ്ഞം എന്ന് പറയുന്നത്. നീ അത് പഠിക്കുക. വിശിഷ്ടമെന്തതായുള്ള കർമ്മം കാട്ടിത്തരൂ ശുഗ, ഭയത്തിൻ നിഴൽ വീശാത്തോരഭയം ദേഹിമേ ശുഗ. ഭയം ഇല്ലാത്തതായൊരു സമൂഹം ഉണ്ടാകണം. ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള കർമ്മം ഏതോ അത് നീ എനിക്ക് പറഞ്ഞു തരണം. ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹം ഒരിക്കലും ഉണ്ടാകരുത്. ഭരണാധികാരിയെ ഭയപ്പെടുന്നൊരു ജനത ഉണ്ടാകാൻ പാടില്ല. ആ ജനത ഭരണാധികാരിയെ ഭയപ്പെടേണ്ടതില്ല. ഭരണാധികാരിയിൽ അഭയമാണ് കാണേണ്ടത്, ഭയമല്ല. അതുനേരം മഹാപക്ഷദ്വയം ഉത്തരദക്ഷിണം വിരിച്ചു പൊന്തി നീങ്ങുന്നു വിളിക്കുന്നു ശുഗൻ ശുഭൻ. ഇത് പറഞ്ഞ സമയത്ത് ശുഗൻ എന്ന പക്ഷി ഉത്തരദക്ഷിണം, വടക്കും തെക്കും ഭാഗത്തേക്ക് തൻ്റെ ചിറകുകളെ പൊന്തിച്ചുകൊണ്ട് ഉയർന്നിട്ടോ, വരൂ കാട്ടിത്തരാം താതൻ അഭയം നൽകും ഉത്തമം, ഒപ്പം നടക്കുന്നു ശോണമിത്രൻ ഗംഗാതടം വഴി. ചിറകുയർത്തി പറക്കാനായിട്ട് പൊന്തി നിന്നുകൊണ്ട് ഈ ശോണമിത്രനോട് ശുഗൻ പറഞ്ഞു, അങ്ങ് ചോദിച്ചില്ലേ വിശിഷ്ടമായ കർമ്മം എന്താണ് എന്ന്, ഏതാണ് ഭയമില്ലാത്ത അഭയം എന്ന് ഞാൻ കാണിച്ചു തരാം, എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ഗംഗാതടത്തിലൂടെ, ഭാരതത്തിൻ്റെ പുണ്യം പെറ്റതായ നദിക്കരയിലൂടെ, ഭാരതത്തിൻ്റെ സംസ്കാരം അതിൻ്റെ അതീവ സമ്പന്നതയിൽ പൂത്തുലഞ്ഞ നദീതടത്തിലൂടെ അങ്ങനെ കൊണ്ടുപോവുക. ഋഷീകങ്ങളടക്കുന്നു ഹരിദ്വാര അവിമുക്തമാം ജടാശങ്കരിയിൽ താണു നിർന്നവൻ നിർമ്മലാശയൻ. ഗംഗാതടത്തിലൂടെ പോകുന്ന സമയത്ത് അവിടുത്തെ തീർത്ഥസ്ഥാനങ്ങളിലെല്ലാം മുങ്ങാൻ ആവശ്യപ്പെട്ടു ശുഗൻ. എവിടേക്കാണ്? ഹരിദ്വാര. ഋഷീകങ്ങൾ അടക്കുന്നു. ഋഷീകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ദ്രിയം എന്നാണ് അർത്ഥം. ഋഷീകം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം. അതുകൊണ്ട് ഋഷികേശൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഋഷികേശൻ എന്നതാണ് ഭഗവാനുള്ള പേര്. വിഷ്ണുവിൻ്റെ പേര് ഋഷികേശൻ എന്നാണ്, അല്ലാതെ
ഋഷികേശൻ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് എഴുതുന്ന പോലുള്ള അതല്ല ഋഷികേശൻ. ഋഷികേശൻ അതായത് ഋഷീകങ്ങളുടെ ഈശൻ, ഇന്ദ്രിയങ്ങളുടെ തമ്പുരാൻ, അതാണ്. അപ്പോ ഇന്ദ്രിയങ്ങളെ അടക്കുന്നു. ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട്, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുകയല്ല വേണ്ടത്, ഇന്ദ്രിയങ്ങളെ അടക്കുകയാണ് വേണ്ടത്. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുകയല്ല, ഇന്ദ്രിയങ്ങളെ അടക്കുന്നു. അത് അനുഷ്ഠാനങ്ങളിലൂടെ, തപസ്സിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഇന്ദ്രിയങ്ങളെ അടക്കുവാൻ. മനഃപൂർവ്വം നാം ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ വെറുതെ കണ്ണടച്ചിട്ട് ചിന്തിക്കുകയാണ്. നമ്മൾ കുരങ്ങിന്റെ മുഖം ചിന്തിക്കുകയേയില്ല എന്ന് വിചാരിച്ചാൽ ഒരു സംശയവും വേണ്ട, കുരങ്ങിന്റെ മുഖം തന്നെയായിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഒരു സംശയവുമില്ല. അതങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പോ അനുഷ്ഠാനങ്ങളിലൂടെയും തപസ്സിലൂടെയുമാണ് നാം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത്. ആ ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് ഹരിദ്വാര അവിമുക്തമാം, അവിമുക്തം എന്ന് പറഞ്ഞാൽ കാശിയാണ്. ഹരിദ്വാർ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ജടാശങ്കരി ഇതുപോലുള്ളതായ ഗംഗാ നദീതടത്തിലുള്ള തീർത്ഥസ്ഥാനങ്ങളിലെല്ലാം സ്നാനം ചെയ്തു ശോണമിത്രൻ. എന്നിട്ടോ ദേവപ്രയാഗയിൽ ശ്വേതശ്യാമധാരകൾ കയ്യിലേറ്റാചമിക്കെ രുചിക്കുന്നു സൂര്യസോമരസങ്ങളെ. പ്രയാഗ എന്ന് പറഞ്ഞാൽ സംഗമമാണല്ലോ. പ്രയാഗ, ഈ സംഗമങ്ങളിൽ ദേവപ്രയാഗ പ്രത്യേകം എന്താണെന്നറിയോ? 2 നദികൾ വന്ന് ചേരുകയാണ്. ഒരു നദിയുടെ കറുത്ത നിറവും ഒരു നദി വെളുത്ത നിറവുമാണ്. അതാണ് ശ്വേത ശ്യാമ ധാരകൾ എന്ന് പറയുന്നത്. ആ ജലമെടുത്ത് ഈ പ്രയാഗയിലെ, ഈ പുണ്യപ്രയാഗയിലെ ദേവപ്രയാഗ, രുദ്രപ്രയാഗ എന്ന് പറഞ്ഞിട്ട് പലതും ഉണ്ടല്ലോ. പ്രയാഗ് രാജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോ അലഹബാദിനെ പറയാറുണ്ട്. അപ്പോ ഈ പ്രയാഗയിലെ ജലമെടുത്ത് ആചമിച്ചു, മുഖത്ത് തളിച്ചു, കൈകൾ കഴുകി ഒക്കെ ചെയ്തു. എന്നിട്ടോ പിന്നെയും ശുഖഗീതത്തെ പിന്തുടർന്നേറിയെത്തവേ യജ്ഞധൂമ സുഗന്ധം പൂണ്ടിടം വലം ഉദാരമായി. വീണ്ടും ഈ ശുഗന്റെ പുറകെ പോവുകയാണ്. ശുഗൻ പറഞ്ഞതനുസരിച്ച് എവിടേക്കാ പോകുന്നേ? അളകാതീര ഗംഭീര വിശാലാപുരി കൺകയായി. വിശാല എന്ന് പറയുന്ന പ്രദേശം, അതിനിരുപുറം നാരായണനും നരനും തഥാ നരനാരായണ മഹർഷിമാർ തപസ് ചെയ്തിരുന്ന നരപർവ്വതത്തിന്റെയും നാരായണ പർവ്വതത്തിന്റെയും ഇടയ്ക്ക് ഇതാ ഹോമാഗ്നി ഉയരുന്നു, യജ്ഞകുണ്ഡം ഉയരുന്നു. ആ യജ്ഞകുണ്ഡത്തിൽ നോക്കൂ, അവർക്കു മധ്യേ യോഗത്തോടുരസിച്ചേർന്ന പൗരുഷം പടർന്നാളും സൂക്ഷ്മകർമ്മ ജാതവേദസ്സു കണ്ടവൻ. ഇവിടേക്കാണ് ശോണമിത്രനെ കൊണ്ടുപോയത് ശുഗൻ. നരനാരായണ പർവ്വതങ്ങൾക്കിടയിലുള്ള ആ മധ്യഭാഗത്തുള്ള പവിത്ര ഭൂമിയിൽ ഉയരുന്ന ആ ഹോമാഗ്നിയെ കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്താണ് ശോണമിത്രൻ ചെയ്തത്? പൂവിൽ പോലാ തീയിലേക്ക് കുതിക്കുന്നു ഭയം വിന, മഹാവ്യാസഗുഹാഗർഭം പൊഴിക്കും അമൃതത്തിനായി. വ്യാസന്റെ മഹാഗർഭം പൊഴിക്കും അമൃതം ഏതാണ്? അദ്വൈത ദർശനമാണ്. ഭേദചിന്തകളില്ലാത്ത ഈ ലോകത്ത് എല്ലാം കുഞ്ഞുമാഷൊരിക്കൽ പറയണ്ടായി, എല്ലാം ഈശ്വരൻ്റെതെന്ന് പറയരുത്. പിന്നെ എന്താ പറയേണ്ടത്? എല്ലാം ഈശ്വരനാണെന്ന് പറയണം. ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചിന്തിച്ചു നോക്കൂ. എല്ലാം ഈശ്വരൻ്റെതെന്ന് പറയുന്നത് ദ്വൈതമാണ്. എല്ലാം ഈശ്വരൻ എന്ന് പറയുമ്പോഴാണ് അത് അദ്വൈതമാകുന്നത്. ആ ദർശനമാണ് വ്യാസന്റെ ദർശനം, മഹാഭാരതത്തിന്റെ ദർശനം, വേദങ്ങളുടെ ദർശനം, ഇതിഹാസങ്ങളുടെ എല്ലാം ദർശനം, പുരാണങ്ങളുടെ ദർശനം. ആ ദർശനത്തിലേക്കാണ് സത്യത്തിൽ ശോണമിത്രനെ കൂട്ടിക്കൊണ്ടുപോയത്. ആ അഗ്നിയിലേക്ക് ചാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഭൗതികമായൊരു കാഴ്ചയായി എടുക്കരുത്, അതിനെ സ്വീകരിച്ചു എന്നാണ് അർത്ഥം. ആ ദർശനത്തെ സ്വീകരിക്കുകയാണ് ശോണമിത്രൻ ചെയ്തത്. എന്നിട്ടോ ഇത്തം തൻ കെട്ടറുത്തെത്തി ശോണമിത്രൻ പദം ധ്രുവം ശുദ്ധം ബുദ്ധം നിത്യമുക്തം ശാന്തമദ്വയമദ്വയം. അങ്ങനെ തന്നെ ബന്ധിപ്പിച്ചിരുന്ന ഒരു പ്രത്യയ ശാസ്ത്രമുണ്ട്, തന്നെ ബന്ധനത്തിലാക്കി നിർത്തിയിരുന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ കെട്ടുകളെല്ലാം ഇപ്രകാരം അറുത്തിട്ട് ആ അദ്വയം അതിശ്രേഷ്ഠമായ ആ അദ്വൈത ദർശനത്തിന്റെ പാതയിലേക്ക് ഓരോ പദം വച്ച് ശുദ്ധം ബുദ്ധം നിത്യമുക്തം ശാന്തമദ്വയമദ്വയം ആ പാതയിലേക്ക് പ്രവേശിക്കുകയാണ് ശോണമിത്രൻ ചെയ്തത് എന്നർത്ഥം. ഇവിടെ വിഷ്ണുനാരായണൻ പോയി സാറ് പറയുന്നത് ഭാരതത്തിന്റെ ആ അദ്വൈത ദർശനം, അതുപോലെ ഇതം നമമ എന്ന യജ്ഞദർശനം, ഈ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിന് മാത്രമേ ഇനിയുള്ള കാലം നിലനിൽപ്പുള്ളൂ.
അതുമാത്രമേ മാനവരാശിക്ക് മോചനമാകൂ എന്ന ചിന്തയാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ് ശോണമിത്രൻ എന്ന ഈ കവിതയിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് ഈ കവിത. ഇനി എന്തെങ്കിലും നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ഏതാനും നിമിഷങ്ങളുണ്ട് സംസാരിക്കാം. പക്ഷേ നമസ്തേ, എൻ്റെ പേര് ഹരീഷ് എന്നാണ്, മൂവാറ്റുപുഴ. പറഞ്ഞോളൂ. ഞാന് ഈ കവിത കേട്ടപ്പോ ഇതില് സംശയമായിട്ടല്ല, ഈ പല കവികളും അവരുടെ നല്ല കാലഘട്ടത്തില് ഈ മാഷ് പറഞ്ഞ മാതിരി ആ പ്രത്യയശാസ്ത്രത്തില് ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അവരുടെ അവസാന കാലത്താണ് ഈ അവരത് തെറ്റാണെന്ന് തോന്നുന്നു അതിനനുസരിച്ചുള്ളത് എഴുതിയിരിക്കുന്നത്. അതില് ഇപ്പോ ഇടശ്ശേരി, ഇപ്പൊ മാഷ് പറഞ്ഞില്ല, ഇടശ്ശേരി ഗോവിന്ദൻ മാഷ് നായരുടെ ആ പൊട്ടിപ്പുറത്തില് അതിനെ പ്രതിപാദിക്കുന്നുണ്ട്. അതേപോലെ ശിവോദിയകത്ത് അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൂടാതെ ഞാൻ കേട്ടത് ഈ എം ടിയുടെ നല്ല പ്രായത്തില് അദ്ദേഹം ഈ ഇങ്ങനത്തെ പ്രത്യയശാസ്ത്രം ഒരു തലമുറയെ മുഴുവൻ പഠിപ്പിച്ചു. അവസാന കാലത്ത് അദ്ദേഹം ഈ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഈ ദർശനം സ്വീകരിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം പോയി എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഒരു തലമുറയിൽ തന്നെ നശിക്കുന്നില്ല. അപ്പൊ ഈ വിഷ്ണുനാരായണൻ നമ്പൂതിരിയും ഈ ആശയം തുടക്കകാലത്ത് സ്വീകരിച്ചിരുന്ന ആളാണോ, അവസാന കാലത്ത് അത് ഈ അവസാനത്തെ വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു ഇത്തം താൻ കെട്ടറുത്തെത്തി ശോണമിത്രം പദംദ്രവും എന്നൊക്കെ പറയുന്ന ആ ഭാഗം ഉണ്ടല്ലോ. അപ്പോ അത് കവിക്ക് ഇങ്ങനെ ആശയം ഉണ്ടായിരുന്നത് അവസാന കാലത്ത് ഇത് സ്വീകരിച്ചു എന്ന് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുമോ, അതോ അങ്ങനെ അത് ഇല്ല? ഇടശ്ശേരി ചിന്തിച്ചമാര് വിഷ്ണുനാരായണൻ നമ്പൂതിരി സ്വീകരിക്കുന്നില്ല. നമ്പൂതിരി സാറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും നമ്മളുടെ ആശയങ്ങളോടൊപ്പം നിന്നയാളാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി സാർ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ ഒരു വാക്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു, അതായത് എൻ്റെ DNA-യിൽ ഉള്ള പാരമ്പര്യ നിമന്ത്രണങ്ങളിൽ നിന്നും ആത്യന്തികമായി എനിക്ക് മോചനമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം, അദ്ദേഹം ജീവിതകാലം മുഴുവൻ എഴുതിയ എല്ലാ കവിതകളിലും ഭാരതീയമായ ഒരു സ്പർശമുണ്ടായിരുന്നു. അതൊരു സത്യമാണ്. പക്ഷേ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെയൊന്നും കണ്ണടച്ചെതിർത്തിട്ടൊന്നുമില്ല. അത് പൂർണ്ണമായും തെറ്റാണ് എന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഭാരതീയമായ ദർശനങ്ങളുടെ ശ്രേഷ്ഠതയിൽ നിന്നുകൊണ്ട് വേണം ഇവയെല്ലാം കാണാൻ എന്ന് എല്ലാ കാലവും ചിന്തിച്ചിട്ടുണ്ട് വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ എന്നാൽ ചില കവികൾ, ഇപ്പൊ നേരത്തെ ഇടശ്ശേരിയുടേത് പറഞ്ഞു, ഇടശ്ശേരി വയലാറും അങ്ങനെ തന്നെയാണല്ലോ. വയലാറിന്റെ സർഗസംഗീതം വന്നു കഴിഞ്ഞപ്പോൾ ആ സർഗസംഗീതത്തില് അദ്ദേഹം വയലാർ അതുവരെയും ഉണ്ടായിരുന്ന തികച്ചും ഭാരതീയമായ ഒരു ദർശനത്തിന്റെ മഹത്വം മനസ്സിലാക്കാണ് സർഗസംഗീതത്തിൽ അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അക്കിത്തവും ആദ്യകാലത്ത് ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായിരുന്നു. പിന്നെ നമുക്കറിയാം തപസ്യയുടെ വരെ അധ്യക്ഷനായില്ലേ അദ്ദേഹം 20-ാം നൂറ്റാണ്ട് ഇതിഹാസം എഴുതിയതോടുകൂടിയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഏത് രീതിയാണ് വിലയിരുത്തിയത് മനസ്സിലാവുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറുപ്പകാലത്ത് എല്ലാവരും ഒട്ടുമിക്ക ആളുകളെയും ആകർഷിച്ചിരുന്ന ഒരു വലിയ പ്രത്യയശാസ്ത്രം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. അതിന് കാരണം ആ പ്രത്യയശാസ്ത്രത്തിൽ പറയുന്ന കാര്യം വിപ്ലവകരമായി നമ്മളെ ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു മൊഴിയുണ്ടല്ലോ, 25 വയസ്സ് വരെയും കമ്മ്യൂണിസ്റ്റ് ആകാത്തവൻ ഹൃദയമില്ല എന്നാണ് അർത്ഥം. 25 വയസ്സിന് ശേഷവും അവൻ കമ്മ്യൂണിസ്റ്റായി തുടരുകയാണെങ്കിൽ അവന് തലച്ചോറില്ല എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞ് പ്രസിദ്ധമായൊരു വാക്യമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ചെറുപ്പകാലത്ത് ഇവരെല്ലാവരും അതിൽ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇതിനോട് കൂടിച്ചേർത്ത് പറയുകയാണെങ്കിൽ വയലാർ വിപ്ലവ ഗാനങ്ങളൊക്കെ വയലാർ എഴുതിയിട്ടുണ്ട്, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അപ്പൊ ആ സ്നേഹത്തിലേക്കും അതോടൊപ്പം സാഹോദര്യത്തിലേക്കും മാനവികതയിലേക്കും ഒക്കെ വയലാർ തിരിച്ചും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞല്ലോ, വയലാറിന്റെ അവസാന കാലത്തെ കവിതകളിൽ ഒന്നാണ് സർഗസംഗീതം. സർഗസംഗീതത്തിൽ വാളല്ലൻ സമരായുധം എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. കാരണം ഈ കലഹമല്ല, കലാപമല്ല, വിപ്ലവമല്ല നമുക്ക് വേണ്ടത് എന്നും നമ്മൾ ഋഷിവാദങ്ങളെ കുറിച്ചും നമ്മുടെ ദർശനങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെയും വയലാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് വയലാറിന്റെ
അവസാനകാല പല കവിതകളിലും അതുണ്ടായിട്ടുണ്ട്. പക്ഷേ വയലാർ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് അവസാനം വരെയും പറ്റി നിന്നിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ ONV സംബന്ധിച്ച് പറഞ്ഞാൽ പോലും ONV അവസാന കാലത്ത് അങ്ങനെ ഒരു കവിതയൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പോലും ONVയുടെ പ്രഭാഷണങ്ങളിൽ ആ ചെറിയ ചെറിയ മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുമായിരുന്നു നമുക്ക്. അതെല്ലാം സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അത് ഏത് സർഗധനരായ ആരും അവർക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിങ്ങനെ അവരുടെ ചിന്തകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അവർ കൂടുതൽ ചിന്തിക്കുകയും ആ ചിന്തകളെ കൂടുതൽ മതിക്കുകയും മഥനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ സാധാരണക്കാരന് സാധിക്കുന്നതിനും അപ്പുറമായിരിക്കും അത്. അതുകൊണ്ട് തന്നെ ഒരു ആദർശത്തിൽ നിന്നും ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്നും മറ്റൊരു പ്രത്യയശാസ്ത്രത്തിലേക്കും ആദർശത്തിലുമൊക്കെ മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. ചങ്ങമ്പുഴയുടെ കവിതകൾ വായിച്ചാൽ തന്നെ നമുക്കറിയാം ചങ്ങമ്പുഴയുടെ ജീവിത ദർശനം എന്തായിരുന്നു എന്ന്. ചങ്ങമ്പുഴയും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി പറഞ്ഞിട്ടുണ്ട്. അത് പ്രതിഭാധനരായ സർഗധനരായ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇത് സ്വാഭാവികമാണ് എന്നേ നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമസ്കാരം മാഷെ, ഇവര് വിജയൻ. പക്ഷെ എന്റെ സംശയം ഇതില് ശുഗനെ പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ്? അത് കാലം തന്നെയാണ്. ശുഗബ്രഹ്മർഷിയെ തന്നെയാണ്. എന്തുകൊണ്ടാണെന്നറിയോ ശുഗൻ എന്ന് തന്നെ ഇതിനകത്ത് കിളിക്ക് പേരിട്ടത്? ശുഗബ്രഹ്മർഷി എല്ലാം ത്യജിച്ചവനാണ്. എല്ലാം ത്യജിച്ച ജനനം തന്നെയും ത്യാഗമായിരുന്നു ശുഗബ്രഹ്മർഷിയുടെ. നമുക്കറിയാം ഈ ശുഗബ്രഹ്മർഷി ജനിച്ച നമുക്ക് യുവാവായിട്ടുള്ള ശുഗബ്രഹ്മർഷി നഗ്നനായിട്ട് പോകുന്നതായൊരു ചിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് കുളിച്ചുകൊണ്ട് നിൽക്കുന്നതായ സ്ത്രീകൾക്ക് ഒരു നാണവും തോന്നിയിട്ടില്ല. പക്ഷേ വ്യാസൻ നടന്നു പോയപ്പോൾ അവര് വസ്ത്രമെടുത്ത് ആ നാണം കാണിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം വ്യാസനേക്കാൾ ശുഗബ്രഹ്മർഷി എന്താ പറയുക, ജന്മനാൽ തന്നെ എല്ലാം ത്യജിച്ചവനാണ്. ശുഗബ്രഹ്മർഷിക്ക് വിവാഹം കഴിക്കണമെന്ന് വ്യാസൻ പറഞ്ഞപ്പോഴും അദ്ദേഹം അതിന് തയ്യാറായില്ലല്ലോ. എന്നിട്ട് ജനകനെ പോയി കാണാൻ പറഞ്ഞില്ലേ, ഗൃഹസ്ഥാശ്രമത്തിൽ എങ്ങനെയാണ് ഒരു സന്യാസിയായിട്ട് ജീവിക്കാൻ കഴിയുക എന്ന് പഠിക്കാൻ ജനകന്റെ അടുക്കൽ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ജനകന്റെ അടുക്കലേക്ക് ശുഗനെ പറഞ്ഞയക്കുന്നതായ സന്ദർഭങ്ങളെല്ലാം നമുക്ക് ഇതിഹാസങ്ങളിൽ വായിക്കാം. മനസ്സിലായില്ലേ? അപ്പോ എല്ലാം ത്യജിച്ചവൻ, ത്യാഗത്തിന്റെ മൂർത്തി എന്നുള്ള അർത്ഥത്തിലാണ് ഈ ശുഗൻ എന്ന പേര് തന്നെ ഇതിനകത്ത് ആ കിളിക്ക് ഉപയോഗിച്ചത്. അല്ലാതെ അത് തത്ത എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് കരുതേണ്ടതില്ല. അപ്പൊ നമുക്ക് 10:30 നിങ്ങളുടെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു, ഇതിന്റെ ആശയങ്ങളും ഒക്കെ. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. പറഞ്ഞോളൂ. ഇതിലെ ശിഷ്ടമൂല്യവും ശിഷ്ടയത്നവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശിഷ്ടയജ്ഞവും ഫലത്തിൽ ഒന്ന് തന്നെയാണ്. അതായത് ശിഷ്ടയജ്ഞത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് ശിഷ്ടമൂല്യം എന്ന് പറയുന്നത്. അതായത് സർപ്ലസ് ലേബർ. അതായത് ഒരാള് അധ്വാനിക്കുന്ന സമയത്ത് ആ അധ്വാനത്തിന് അയാൾക്ക് കൊടുക്കുന്ന വേജസിന്റെയും അപ്പുറം ഈ മുതലാളി ഉണ്ടാക്കുന്നുണ്ട്. അതാണല്ലോ അയാളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോ അയാള് അധികമായി ചെയ്ത യജ്ഞത്തിന്റെ മൂല്യമാണ് അയാൾക്ക് ലാഭമായി മാറുന്നത്. അപ്പോൾ അവിടെ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് അവിടെ മണിയുടെ രൂപത്തിൽ മോണിറ്ററി ആയിട്ട് നമ്മൾ അളക്കുന്നു, മറ്റത് ലേബർ ആയിട്ട് അളക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമല്ല, ആത്മീയതയാണ് വലുത് എന്നാണോ ഇതിന്റെ ഒരു സൂചന നൽകുന്നത്? ആത്മീയത വലുത് എന്നല്ല വിഷ്ണുനാഥൻപുരി സാറ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആത്മീയതയല്ല ഇവിടെ വിഷ്ണുനാഥൻപുരി ഉദ്ദേശിച്ചത്. ഭാരതത്തിന്റെ ദർശനം എന്ന് പറയുന്നത് അദ്വൈതം തന്നെയാണ്. അതുപോലെ ഭാരതത്തിന്റെ പ്രശ്നം ത്യാഗത്തിന്റെ ദർശനമാണ്. ആ ത്യാഗത്തെയാണ് ഇവിടെ പൂർണ്ണയജ്ഞം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യജ്ഞത്തിലെല്ലാം ഇതന്നെ മമ എന്ന് പറഞ്ഞിട്ട് നാം യജ്ഞത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. നാം ദ്രവ്യങ്ങളെ മാത്രമല്ല എന്നെ തന്നെയും സമർപ്പിക്കുകയാണ്. ഇതാണ് ഈ യജ്ഞത്തിന്റെ ഒരു രീതി എന്നുള്ളത്. അവിടെ ഉന്മൂലനം ചെയ്യുക, മുതലാളിമാരെയും അല്ലെങ്കിൽ ഈ പറയുന്ന ചൂഷകരെയും ഒക്കെ ഇല്ലാതാക്കുക എന്നൊരു ദർശനം ഭാരതത്തിനില്ല. അപ്പോൾ ഈ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി ഇതിനെ ഒരു ഭൂമികയാക്കിക്കൊണ്ട് ഒരു ആശയത്തെ ഉരുത്തിരിയിച്ച് കൊണ്ടുവരിക എന്നതാണ് വിഷ്ണുനാഥൻപുരി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് കമ്മ്യൂണിസ്റ്റ് ആശയം തെറ്റായ ആശയം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആശയം സമത്വമാണ് അവരുടെ ആശയമെങ്കിൽ ആ സമത്വാധിഷ്ഠിതമായ ആശയത്തെ
പ്രായോഗികമാക്കി കൊണ്ടുവരണമെങ്കിൽ, ലോകത്ത് അത് ഏറ്റവും വിജയകരമായി നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് അടിത്തറയായി നിൽക്കേണ്ടത് ഭാരതത്തിന്റെ ദർശനമാണ് എന്ന് നമ്പൂരി സാറ് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. ശരി മാഷ്. അപ്പൊ ഇനി നമുക്ക് അവസാനിപ്പിച്ചാലോ? ശ്രീകുമാറെ ഇവിടെ ഉണ്ടോ? നമസ്തേ. അപ്പോ എല്ലാവരുടെയും സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റി, നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പലരും നോട്ടൊക്കെ കുറിച്ചെടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നാളെ നമ്മുടെ ഭാരതി വിജയിച്ച കഴിഞ്ഞ വർഷത്തെ റാങ്ക് ജേതാവായ അപർണജി ആണ് ക്ലാസ് എടുക്കുന്നത് UAE യിൽ നിന്ന്. അപ്പോ നമുക്ക് നാളെ കാണാം. നാളെയും പദ്യഭാരതി തന്നെയാണ്. ഇപ്പൊ 3 ദിവസം അടുപ്പിച്ച് പദ്യഭാരതി തന്നെ പോവാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഗദ്യഭാരതിയിലേക്ക് വരാം. ശരി. അപ്പൊ മംഗളശ്ലോകം ആരാ ചൊല്ലുക? അംബിക ചേച്ചി മംഗളശ്ലോകം ചൊല്ലുക. സർവേ ഭവന്തു സുഖിനഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി.